ജന്തർ മന്ദർ എന്നൊക്കെ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അവിടെ ഒരു പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് കേരളത്തിന് വേണ്ടി ഒരു സമരത്തിൽ പങ്കെടുക്കുവാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അവിടെ ഗാലറിയിൽ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ട പഴയ ഒരു മണിരത്നം ചിത്രത്തിൻ്റെ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. റോജ എന്ന സിനിമയിൽ തമിഴ് മാത്രം അറിയാവുന്ന ഒരു പാവം പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്ന് വടക്കേ ഇന്ത്യയിൽ ഒരു പട്ടാള ക്യാമ്പിൽ പോയി വലിയൊരു ഓഫീസറിൻ്റെ അടുത്ത് പറയുന്ന രംഗം. തമിഴിൽ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന ഓഫീസർ പറയുന്നു, ഹിന്ദിയിൽ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഓഫീസർ, വേണ്ട, തമിഴ് എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും ഈ ഭാഷ എനിക്ക് മനസ്സിലാകും. ഞാനിത് പറഞ്ഞത് ശ്രീ കേജ്രിവാൾ, ഞാനും എന്നെപ്പോലെ പലരും ആഗ്രഹിച്ചു കാണും, ഒന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം ഹിന്ദിയിലാണ് പ്രസംഗിച്ചത്. ആദ്യത്തെ 2 മിനിറ്റ് പകർപ്പുണ്ടായെങ്കിലും അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞ ഓരോ വാചകവും എനിക്കും അവിടെ കൂടിയിരുന്നവർക്കും മനസ്സിലാക്കി. ഫെഡറലിസത്തെ കുറിച്ചും മതേതരത്വത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ കൈയടിച്ചു. പിന്നീട് വന്ന പഞ്ചാബ് മുഖ്യമന്ത്രിയാണെങ്കിലും ഫറൂഖ് അബ്ദുള്ള ആണെങ്കിലും കപിൽ സിബൽ ആണെങ്കിലും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ആണെങ്കിലും ഒക്കെ അവരവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് മലയാളം പോലെ മനസ്സിലായി സാർ. ഹൃദയത്തിന്റെ ഭാഷയായിരുന്നു. അതുകൊണ്ടാണ് നമുക്കെല്ലാം മനസ്സിലായത്. തെക്കേ ഇന്ത്യയിലെ ഈ കൊച്ചു സംസ്ഥാനം ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുന്നു സാർ. ഭാഷയ്ക്കതീതമായ ജനാധിപത്യത്തിനായുള്ള മുറവിളി.